കൈകാലുകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നീന്തി കീഴടക്കുന്ന ആദ്യത്തെ വൈക്കംകാരനായി 10 വയസ്സുകാരൻ അനന്തകൃഷ്ണൻ. വൈക്കം ഉദയനാപുരം ശ്രീകൃഷ്ണവിലാസത്തിൽ രാജേഷ് അഞ്ജു ദമ്പതികളുടെ ഇളയ മകനും വൈക്കം ബാർവിൽ സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അനന്തകൃഷ്ണൻ വേമ്പനാട്ടുകായലിൻ്റെ 7 കിലോമീറ്റർ ദൂരം 1 മണിക്കൂർ 31 മിനിറ്റ് കൊണ്ട് നീന്തിക്കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല വടക്കുംകര അമ്പലക്കടവിൽ നിന്നും രാവിലെ 8:17 ആരംഭിച്ച നീന്തൽ കോട്ടയം ജില്ലയിലെ വൈക്കം കായലോര ബീച്ചിൽ 9:48 അവസാനിച്ചു. വൈക്കം കായലോര ബീച്ചിലേക്ക് നീന്തിക്കയറിയ അനന്തകൃഷ്ണനെ ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി, ചെയർപേഴ്സൺ പ്രീത രാജേഷ്, വൈസ് ചെയർമാൻ PT സുഭാഷ്, വൈക്കം DYSP സിബിച്ചൻ ജോസഫ്, വാർഡ് കൗൺസിലർ ബിന്ദു ഷാജി തുടങ്ങിയവർ അഭിനന്ദിച്ചു. അനന്തകൃഷ്ണൻ്റെ കൈകാലുകളിലെ ബന്ധനം നഗരസഭാ ചെയർപേഴ്സണും DYSPയും അഴിച്ചു നീക്കി. നിരവധി സംഘടനകളും സുമനസ്സുകളും അനന്തകൃഷ്ണനെ ഉപഹാരം നൽകി അനുമോദിച്ചു. സന്തോഷത്തിന് സത്യപത എന്താ പറയണെന്നറിയാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ. എന്റെ കുട്ടിയോട് എടുക്കാൻ അത് മാത്രമല്ല, നീന്തി വന്ന ക്ഷീണമൊന്നും അവനിലില്ല. നമുക്കാ ടെൻഷൻ, കൊച്ചു നനഞ്ഞിരിക്കുകയാണല്ലോ എന്നൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം കുറെ നേരമല്ലേ ഞാനും ഇത്തിരി താമസിച്ചു. അന്നേരം വെച്ച് അത്രയും നേരം നനഞ്ഞ് കഷ്ടപ്പെട്ടു. അധികമായി വിജയശ്രീ ലാളിതനായി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, വൈക്കത്തപ്പന്റെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് യാതൊരു പ്രശ്നവും കൂടാതെ തടസ്സങ്ങളും കൂടാതെ നീന്തി കടന്നു വന്നതിന് അഭിനന്ദനങ്ങൾ. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എനിക്കും വരാൻ സാധിച്ചത് സന്തോഷം. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അനന്തകൃഷ്ണൻ അനുഗ്രഹം വാങ്ങിക്കുവാൻ. ഞാൻ അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഭഗവാൻ അതായത് വിജയശ്രീ ലാളിതനായി വരട്ടെ, യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ നീന്തി വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. റിട്ടയർഡ് ഫയർഫോഴ്സ് ഓഫീസർ T ഷാജികുമാറാണ് അനന്തകൃഷ്ണനെ ആദ്യം നീന്തൽ പഠിപ്പിച്ചത്. തുടർന്ന് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക്സ് ക്ലബ്ബിൽ നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പൻ്റെ ശിക്ഷണത്തിൽ നീന്തൽ പരിശീലിച്ചു. കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴയാറിൽ അനന്തകൃഷ്ണൻ 5 മാസത്തെ കഠിന പരിശീലനമാണ് നടത്തിയത്. വൈക്കം കായലിൽ നീന്തി 22 കുട്ടികൾ റെക്കോർഡുകൾ നേടിയിട്ടുണ്ടെങ്കിലും വൈക്കം സ്വദേശിയായ 10 വയസ്സുകാരൻ വേമ്പനാട്ടുകായൽ 7 കിലോമീറ്റർ ദൂരം കൈകാലുകൾ ബന്ധിച്ച് നീന്തി കടന്നത് ഇതാദ്യമാണ്. ഫസ്റ്റ് ഷാജി സാറിൻ്റെ അടുത്ത് പോയപ്പോൾ ഷാജി സാർ പറഞ്ഞു നല്ലോണം നീന്തുന്നുണ്ട്, അപ്പം ഈ കോതമംഗലത്തോട്ട് പൊക്കോ. അപ്പോൾ അങ്ങനെ അറിഞ്ഞതാണ്. കോതമംഗലത്തോട്ട് പോയപ്പം സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു ഇവിടെ കായലിൽ നീന്താം. അപ്പം അതാണ് ഇവിടെ വന്ന് ഷാജി സാറ് പറഞ്ഞത്. പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് സിമ്പിളായിട്ട് നീന്താൻ പറ്റി. ഞാൻ ഇതിൽ നിന്ന് പേടിച്ചു. ഓളം ഉണ്ടാകുന്നോർത്ത് പേടിച്ചു ചെറുതായിട്ട്. പക്ഷേ ഓളം സുഖമായിട്ട് കയറി വരാൻ പറ്റി. സ്കൂൾ വിദ്യാർത്ഥികളും സഹപാഠികളും പ്രദേശവാസികളുമടക്കം 100 കണക്കിന് പേരാണ് സാഹസിക ഉദ്യമം കാണാൻ എത്തിയത്. എൻലൈറ്റ് ന്യൂസ് വൈക്കം.